ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു 2 ടൈപ്സ് ഓഫ് പിക്കിൾസ് ആണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഗ്രീൻ ആപ്പിൾ പിക്കിളും കുറച്ച് ലെമൺ പിക്കിളും. അപ്പോൾ അതിനാവശ്യത്തിന് കുറച്ചേറെ ഗാർലിക് ആൻഡ് ജിഞ്ചർ ഒരുമിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ ഒന്ന് ആവി കയറ്റി കട്ട് ചെയ്ത് വെച്ചു, സ്റ്റീം ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. ഗ്രീൻ ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നല്ലെണ്ണയ്ക്കകത്തിൽ കായം, കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത്. കട്ടക്കായം ഒന്ന് മൂപ്പിച്ചു. അതിനുശേഷം കടുകിട്ട് കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആൻഡ് ഗാർലിക് നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്, അത് നന്നായിട്ട് ഇട്ട് കൊടുത്തു. അത് അതിനകത്ത് ചേർത്തു. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി എടുക്കണം. അപ്പം രണ്ടിനും കൂടെ സെയിം മസാലയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ടും സെപ്പറേറ്റ് മിക്സ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും. അപ്പോൾ അത് തന്നെ ഇട്ട് കൊടുത്തു. കുറച്ച് ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനിയും ഇതൊന്ന് നന്നായിട്ട് സോട്ടേ ആയി കഴിഞ്ഞാൽ പിന്നെ അതായത് ലെമണിലേക്കും മാംഗോയിലേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് കുറച്ച് മുളക് പൊടി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വൈറ്റ് വിനെഗറും കൂടെ ആഡ് ചെയ്തു. കുറച്ച് ഒരു ജസ്റ്റ് ഒരു മിക്സിങ്ങിന് വേണ്ടി കുറച്ച് ഹോട്ട് വാട്ടറും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചെടുത്ത് ഞാൻ ആ ലെമണിനകത്തോട്ടും ഒഴിച്ചു. പിന്നെ ബാക്കി ഗ്രീൻ ആപ്പിൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ടും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈ ലെമൺ പിക്കിളിനകത്ത് ഞാൻ കുറച്ച് ഷുഗർ, എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഗ്രീൻ ആപ്പിൾ പിക്കിളിനകത്ത് ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് സെയിം പിക്കിൾ തന്നെയാണ്, അതിനകത്ത് ഷുഗറൊന്നുമില്ല. പക്ഷേ ആ ലെമൺ പിക്കിളിനകത്തിൽ ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗറൂടെ ആഡ് ചെയ്ത് ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രുചി അത് തരും. അതുകൊണ്ട് ചേർത്താണ്. ഇപ്പോൾ 2 പിക്കിളും റെഡിയാണ്. ഇവിടെ ഞങ്ങളങ്ങനെ പിക്കിൾ കൂട്ടുന്ന ആൾക്കാരൊന്നും അല്ല, എങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ ഫിഷൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഒരു നാരങ്ങയുടെ ഒരു കഷ്ണമോ കുറച്ച് ഈ ഗ്രീൻ ആപ്പിൾ, മാങ്ങയ്ക്ക് പകരം ഈ ഗ്രീൻ ആപ്പിളൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ടാണ് ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ 2 പിക്കിളും റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.